ഞാൻ തിരികെ എത്താം. വി ആർ അനൂപ്, UDF പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു, നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. ഇത് ഇപ്പൊ പറയുന്ന പോലെ നിയമപരമായിട്ട് പരോൾ അനുവദിക്കപ്പെട്ടതല്ല, അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് എന്ന് കെ രമ അടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം പോയതുകൊണ്ടാണ് ഈ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമാണെങ്കിൽ പോലും പരോൾ കിട്ടട്ടെ എന്ന് വെച്ചതെങ്കിൽ അതേത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ്, ഏത് തരത്തിലുള്ള ഒരു നിയമ പോരാട്ടമാണ് UDFന്റെ മുന്നിലുണ്ടാവുക? എന്തായിരിക്കും നിങ്ങളുടെ ഫോക്കസ്? നിയമപരമായി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിക്കപ്പെട്ടു എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തർക്ക വിതർക്കങ്ങളുടെ ആവശ്യമില്ല. അതിനുപരിയായി ഇത് കൊടി സുന്നിയുടെ മാത്രം പ്രശ്നമല്ലല്ലോ. കൊടി സുന്നി മാത്രമല്ല പ്രതിസ്ഥാനത്ത്, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രതിസ്ഥാനത്ത്. ഇവിടെ നേരത്തെ സംസാരിച്ച CPM സഹയാത്രികനായ ബഹുമാന്യ സുഹൃത്ത് പറയുന്നത് എന്താ? പാർട്ടിക്ക് ഇതിലൊന്നും പങ്കുമില്ല എന്നാണ്. ഇവിടെ കൊടി സുനിക്ക് TP കേസിലെ പ്രതികൾക്ക് ജയിലിൽ ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് വാർത്ത പുറത്തു വരുന്ന സമയത്ത് പരിഭ്രാന്തരായി അവരെ സംരക്ഷിക്കാൻ ഓടി വരുന്നത് കണ്ണൂരത്തെ സാധാരണ ജയരാജന്മാരല്ല. നമ്മൾ പൊതുസമൂഹത്തിൽ താരതമ്യേന CPMന്റെ സൗമ്യ മുഖം എന്നൊക്കെ അറിയപ്പെടുന്ന കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി വലിയ പ്രതിരോധമെന്ന് ഉയർത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇവിടെ CPMനെ സംബന്ധിച്ച് ഇത്തരം കൊലപാതകങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും CPM തന്നെയാണ്. CPMനെ സംബന്ധിച്ച് കൊലപാതകം നടത്താൻ ഒരു ടീം, അത് കഴിഞ്ഞ് ഈ കൊലപാതകങ്ങളെ അപലപിക്കാനും ഞങ്ങളുടെ പാർട്ടി അങ്ങനത്തെ പാർട്ടിയല്ല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കൾച്ചറൽ കമ്മിസാർമാരുടെ വേറൊരു നിരയും എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഒരു കോഴി ഫാമിനെ സംബന്ധിച്ച് കോഴിക്ക് തീറ്റ കൊടുക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അവർ കോഴിയെ പരിപാലിക്കുന്നു, തീറ്റ കൊടുക്കുന്നു. എന്നാൽ കോഴിയെ അറുക്കുന്നത് വേറെ ആളുകളാണ്. ഇവിടെ സത്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് CPMനെ തന്നെയാണ്. കൊടി സുന്നിയിൽ മാത്രമായി ഈ ചർച്ച പരിമിതപ്പെടാൻ പാടില്ല. ഇപ്പൊ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സാംസ്കാരിക വിപ്ലവകാലത്ത് മാവോ എന്താണ് ചെയ്തത് നമുക്കറിയാം. ഇതിലൊരു സാങ്കേതിക വിഷയമുണ്ടല്ലോ അനൂപ്, രാഷ്ട്രീയ വിഷയമാണെങ്കിലും സാങ്കേതിക വിഷയം. നേരത്തെ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ജയിൽ ശിക്ഷ അനുസരിച്ച് ഈ 60 ദിവസത്തെ പരോളൊക്കെ മാനുഷികമായിട്ട് അവകാശപ്പെടാവുന്നതാണല്ലോ. ആ തരത്തിൽ ചോദിക്കാമല്ലോ. മാനുഷികമായി പരോൾ അവകാശപ്പെടാൻ കഴിയുന്നത് ആർക്കാ? ഒരു കേസിനകത്ത് ഇത്തരം ഇളവുകൾ അനുവദിക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ വേറെ ക്രിമിനൽ കേസുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ആൾക്ക് ഇത്തരം പരിഗണനകളൊന്നുമില്ല. ഈ നേരത്തെ ഇവിടെ സംസാരിച്ച മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ മാത്രമാണ്, ഒരു അർദ്ധ ജുഡീഷ്യൽ. അല്ലാതെ അത് തീർച്ചയായും ബൈൻഡിംഗ് ആയി അതിന്റെ വിധി നടപ്പിലാക്കണമെന്നൊന്നും പറയുന്ന അധികാരമുള്ള ആളുകളല്ല എന്ന് നിയമത്തിൽ സാമാന്യ പരിജ്ഞാനമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ ഇതിനകത്തെ നിയമപരമായ അർത്ഥശൂന്യത, അതിന്റെ സാങ്കേതികത്വം, അതിനെക്കുറിച്ചൊരു ചർച്ചയുടെ പോലും ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ജയിലിലിരുന്ന് ജയിൽ സ്വന്തം സാമ്രാജ്യമാക്കി ഇത്തരം എല്ലാ നിയമങ്ങളെയും നിഷേധിച്ചുകൊണ്ട് നിരന്തരം കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന ഒരാൾക്ക് ഇത്തരം ഏതെങ്കിലും ആനുകൂല്യങ്ങളുടെ അർഹതയില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് കേരളത്തിലെ CPMനെ കുറിച്ചാണ്. കേരളത്തിലെ CPM വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്. ലോകത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രം ആക്രമിച്ച് അവിടുത്തെ ഒരു ജീവി, ഒരു സ്പീഷ്യസിനെ മുഴുവൻ ആക്രമിച്ച് ചരിത്രമുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ CPMമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സമാന്തര കോടതിയായിരുന്നുകൊണ്ട് അരിയിൽ ഷുക്കൂറിനെ ആൾക്കൂട്ടം തന്നെ കോടതി കൂടി ആൾക്കൂട്ടം തന്നെ വിധി പ്രഖ്യാപിച്ച് ആൾക്കൂട്ടം തന്നെ നീതി നടപ്പിലാക്കുന്ന ഉത്തരേന്ത്യയിലെ ഗാപ്പ് പഞ്ചായത്തുകളെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള വിധി നിർവ്വഹണം നടത്തുന്നത് CPMമാണ്. കണ്ണൂര് CPMമാണ്. അപ്പോൾ CPMമാണ് പ്രസ്ഥാനത്ത്. കൊടി സുനിയെ മുൻനിർത്തി കൊടി സുനി തെറ്റോ ശരിയോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. കൊടി സുനി എന്ന് പറയുന്നത് കേരളത്തിലെ CPMന്റെ ഒരു സ്പെസിമെനാണ്. കേരളത്തിലെ CPM എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു പ്രതീകമാണ്. പ്രതിസ്ഥാനത്ത് വരുന്നത് കേരളത്തിലെ CPMമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വളരെ കൃത്യമായി ഈ അടുത്ത് നമുക്കറിയാം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വിധി വന്നു കഴിഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ ഇത്തരം ഒരു പാർട്ടി നിലനിൽക്കണോ, ഇത്തരത്തിൽ നിലനിൽക്കണോ എന്നുള്ള അടിസ്ഥാനപരമായ നൈതികമായ ഒരു ചോദ്യം കൂടി ഇതിനകത്ത് ഉണ്ട്. അതാണ് പ്രാഥമികമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നിയമപ്രശ്നങ്ങളിൽ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. കൊടി സുനിയെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ ഭരണകൂടത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിലെ CPM പറയുന്നത്
ഇപ്പോൾ മനുഷ്യാവകാശത്തെ കുറിച്ചൊക്കെ വലിയ ഗിരിപ്രഭാഷണം നടത്തുകയാണ്. ഇവിടെ മാവോയിസ്റ്റ് തടവുകാരായ ആളുകൾക്ക്, ഇത്തരം രാഷ്ട്രീയ തടവുകാരാണ്, അവർക്ക് ഇത്തരം മനുഷ്യാവകാശങ്ങൾ ഇവർ നൽകിയിട്ടുണ്ടോ? ഇവിടെ മാവോയുടെ പുസ്തകം സൂക്ഷിച്ചതിന്റെ പേരിൽ രണ്ട് ടീനേജിലേക്ക് കിടക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ അവരുടെ തുടർ ജീവിതം തന്നെ അസാധ്യമാക്കുന്ന തരത്തിൽ അഴികൾക്കുള്ളിലാക്കി അവരെ ക്രിമിനലുകളായി മുദ്ര കുത്തിയ ഒരു സർക്കാരാണ് ഇവിടെ മനുഷ്യാവകാശം കൊടിസുനിമാർക്ക് നൽകണമെന്ന് പറയുന്നത്. അതിനകത്ത് വൈരുദ്ധ്യം, അതിനകത്ത് ഇരട്ടത്താപ്പ് കൃത്യമായി കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, റൈറ്റ്. മനുഷ്യാവകാശവും നിയമപരമായിട്ടുമുള്ള സാധുത കൂടി അഡ്വക്കേറ്റ് ടി ആസഫ് അലിയും നമുക്കൊപ്പം ചേരും. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള.